നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നല്ലൊരു ഉറക്കം കിട്ടാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം അതിൽ ആദ്യം തന്നെ നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് എങ്ങനെയായിരിക്കണം, അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ കിടക്കുന്ന റൂം വളരെ മെസ്സി ആയിട്ട് കിടക്കുന്നു, അവിടെ ഒരുപാട് സാധനങ്ങൾ, അതിനുള്ളിൽ നിങ്ങൾ കിടക്കുക, അല്ലെങ്കിൽ ആ ബെഡിൽ നിങ്ങൾ കിടക്കുന്ന ബെഡിൽ ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ അത് നമുക്കൊരു സഫൊക്കേഷനാണ് തരുന്നത്. ആ ഒരു സഫൊക്കേഷൻ കാരണം പലർക്കും, അല്ലെങ്കിൽ ആ ഒരു വിമ്മിഷ്ടം നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്ക് പലർക്കും ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു എൻവയോൺമെൻറ്റ് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ഒരു ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഉറക്കം കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആ റൂമിൽ അത്യാവശ്യം നല്ലൊരു വായുസഞ്ചാരം ഉണ്ടാവണം. അതായത് ചിലപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട്, വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ എയർ ഹോൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു റൂമിനകത്തും ഓക്സിജൻ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റണം എന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഉറക്കം കുറവ്, അല്ലെങ്കിൽ ഉറക്കം നല്ല രീതിയിൽ തന്നെ നഷ്ടമാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ചില അസുഖങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ അവർക്ക് പ്രത്യേകം അവരുടെ ബോഡി തന്നെ വല്ലാതെ ഉഷ്ണം, ഭയങ്കരമായിട്ട് ചൂട് വരിക, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ക്ഷീണം കാരണം ഈ ഒരു ഉറക്കം പ്രോപ്പർ ആവാത്തൊരു കണ്ടീഷൻ. ചിലപ്പം അവർ കുറച്ച് സമയം ഉറങ്ങുന്നുണ്ടായിരിക്കാം, ഇൻ ബിറ്റ്വീൻ അവർ എണീക്കും. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് തൈറോയ്ഡ് പേഷ്യൻസിൽ, അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആളുകളിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മാനസിക ആരോഗ്യം കുറയുക, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിന് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സ് കിടക്കുന്നില്ലെങ്കിലൊക്കെ തന്നെ നമ്മുടെ ഉറക്കത്തിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഉറക്ക പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതും നേരത്തെ ആവണം. കാരണം നിങ്ങൾ ഭക്ഷണം കഴിച്ച പാടെ പോയി കിടന്ന് ഉറങ്ങുന്നത് ഒരു പ്രോപ്പർ ഡൈജഷൻ അല്ല നിങ്ങൾക്ക് തരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ച പാടെ പോയി കിടന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ബ്ലോട്ടിംഗ് ആയിട്ട്, ഇപ്പോൾ വയറ് വീർക്കുക, ചിലപ്പോൾ നെഞ്ചരിച്ചിൽ, പെട്ടെന്ന് നിങ്ങൾ കഴിച്ച ഫുഡ് നിങ്ങളെ വായയിലോട്ട് വരുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച പാടെ പോയിട്ട് കിടക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവും, നമ്മുടെ ഉറക്കം ഒരു പ്രോപ്പർ ആവാതിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ 1-2 മണിക്കൂർ മുൻപായിട്ട് തന്നെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഭക്ഷണം കഴിച്ചിരിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് അപ്പം തന്നെ പോയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ അപ്പം തന്നെ പോയിട്ട് കിടക്കുക, അതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് സമയം നടക്കുകയോ അങ്ങനെ ചെറിയൊരു മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രം പോയി കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ റൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പൊടിയൊന്നും ഇല്ലാതെ ഡസ്റ്റ് ഫ്രീ ആയിട്ട് നല്ല നീറ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ റൂം കീപ്പ് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും, അതുപോലെ തന്നെ നമുക്ക് പുറമേ ആണെങ്കിലും നമുക്കൊരു അടക്കി വെക്കുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും വേണം. ഈ വലിച്ചു വാരി എറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്ന ഒരു മെസ്സി ആയിട്ടുള്ള റൂമിൽ നമുക്കൊരു പ്രോപ്പർ സ്ലീപ്പ് അല്ല തരുന്നത്. അവിടെയാണെങ്കിലും ഒരുപാട് ചിലപ്പോൾ ഡസ്റ്റുകൾ ഉണ്ടായിരിക്കാം. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ കിടക്കുക എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാക്കും. അപ്പം നിങ്ങളുടെ മനസ്സ് ക്ലീൻ ആക്കുന്നത് പോലെ തന്നെ നമ്മുടെ റൂമും ക്ലീൻ ആവണം. രണ്ടും ഒരുപോലെ ക്ലീൻ ആയിട്ട് പോയി കഴിഞ്ഞാലേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുള്ളൂ. അപ്പം മാത്രമേ നമ്മുടെ ഈ സിർക്കാഡിയൻ ഋതുവും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആവുള്ളൂ. പിന്നെ എല്ലാ ദിവസവും നിങ്ങളൊരു കോമൺ സമയത്ത് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കണം. അതായത് ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ 10 മണിക്കാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ആ 10 മണിക്ക് തന്നെ മാക്സിമം നിങ്ങൾ ഉറങ്ങുക. അപ്പം ഒക്കേഷണലി ചിലപ്പോൾ നമുക്കത് പറ്റിയെന്ന് വരില്ല, അത് നിങ്ങൾ വിടുക. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം ആ ഒരു പ്രോപ്പർ ടൈമിൽ തന്നെ കിടന്നുറങ്ങുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഒക്കെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം, അത്തരം ടെൻഡൻസീസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾ ഉറക്കത്തിനോട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിനകത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു മെലാനിൻ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൂട്ടുന്നത്, മെലാറ്റോണിൻ കൂട്ടുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഫുഡുകളുണ്ട് നമ്മൾ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു മെലാറ്റോണിനൊക്കെ കൂടണമെങ്കിൽ നമ്മൾ കഴിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഏത്തയ്ക്ക, അല്ലെങ്കിൽ നേന്ത്രപ്പഴം എന്നൊക്കെ പറയുന്നത് ഏത്തക്ക. അപ്പം നമ്മൾ പലരും ആ പഴം കഴിക്കാറുണ്ട്. അപ്പം ആ ഒരു നേന്ത്രപ്പഴം നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഒന്ന് വീതം കഴിക്കുക. അപ്പോൾ അതിനകത്താണെങ്കിൽ സോഡിയം, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, പൊട്ടാഷ്യം ഒക്കെ കൂടുതലാണ്. ഇങ്ങനെ പൊട്ടാസ്യം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പഴം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു പഴം വീതം നിങ്ങളെല്ലാവരും കഴിക്കുക. അതുപോലെ തന്നെ പാല് കുടിക്കുക, അധികം ചൂടില്ലാത്ത വാമായിട്ടുള്ള ഒരു പാല്
നിങ്ങൾ ഒരു ഗ്ലാസ് കുടിക്കുന്നതും നല്ലൊരു ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഒന്ന് നന്നായിട്ട് തണുത്ത വെള്ളത്തിലൊക്കെ ഒന്ന് കുളിക്കുക. അതും നമുക്ക് നല്ലൊരു ഉറക്കം തരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ തല വല്ലാതെ ചൂടായി കിടക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടില്ല. എന്നാൽ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പോലെയാണ് നമ്മളെ തല വല്ലാതെ ചൂടായി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കത് ആ ചൂടും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ നമ്മളൊരു ഓയിൽ മസാജ് ചെയ്യുന്നതും ഒക്കെ തന്നെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഡേ ലൈഫിൽ, അതായത് രാത്രി ഓയിൽ മസാജ് തലയിൽ ചെയ്യാതിരിക്കുക, പകൽ സമയത്ത് തലയിലൊക്കെ നന്നായിട്ടൊരു ഓയിൽ മസാജൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഉറക്കക്കുറവുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വലിയ ചന്ദനാദി ഓയിലൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉറക്കമൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ക്ഷീരബല 101 ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം നിങ്ങൾ എപ്പോഴും വാങ്ങിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അല്ലാതെ ഒരുപാട് ഓയിൽ നമ്മൾ തലയിൽ വാങ്ങിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നീരിറക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ റൂം എപ്പോഴും ക്ലീൻഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ചില ഡെഫിഷ്യൻസീസ് ഒക്കെ വരുന്ന സമയത്തും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കൂടുതലായിരിക്കാം, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കുറവായിരിക്കാം. അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട്. അപ്പം നമ്മളെ ഡെഫിഷ്യൻസീസ് ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകണം. അതിപ്പം അയൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈറ്റമിൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലേ പ്രോപ്പറായിട്ട് നമുക്ക് നല്ലൊരു ഉറക്കവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടുന്നതാണ്. എന്നിട്ടും നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളൊരു കൺസൾട്ടേഷൻ എടുക്കുക. അപ്പം നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കണം, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.